വളരെ സംഘടിതമായി കേരള സംസ്ഥാനത്ത് RSSനെ കുറിച്ച് പറഞ്ഞു പരത്തിയ ഒരു ഭീകരത, അത് ഓരോ മനുഷ്യരുടെയും മനസ്സിൽ, ഓരോ സാധാരണക്കാരൻ്റെ മനസ്സിൽ, അത് ക്രിസ്ത്യാനിയുടെ മാത്രമല്ല, ഇവിടെ ഹൈന്ദവ സമൂഹത്തിൽ തന്നെയും നിഷ്പക്ഷമായി അല്ലെങ്കിൽ ഒരു മതേതര കാഴ്ചപ്പാടുകളോട് നിൽക്കുന്ന ഹൈന്ദവരുടെ മനസ്സിലും ഈ RSSനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭീതി പടർത്താൻ അത് കോൺഗ്രസും CPM-ലും വളരെ പർപ്പസ്ഫുള്ളി നടന്നിട്ടുണ്ട്. അതിന് വലിയൊരു മാധ്യമ അജണ്ടയും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അത് സംശയമില്ലാത്ത കാര്യം. അപ്പോൾ അവിടേക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് ബ്രേക്ക് ചെയ്യാൻ എനിക്ക് കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. നല്ല രീതിയിൽ ഞാൻ ആ കാര്യത്തിൽ എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു അജണ്ട എന്താണ്, ഈ അജണ്ടയുടെ പുറകിലുള്ള ലക്ഷ്യങ്ങൾ എന്താണെന്ന് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ BJP-യിൽ വന്നത്. ഇവിടെ ആ അജണ്ട വർക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റെ പുറകിൽ വലിയൊരു ഒരു 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 ഭീകരതയുടെ ഒരു പിന്തുണ അതിൻ്റെ പുറകിലുണ്ട്. നമുക്ക് ഇന്ത്യ മഹാരാജ്യം എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് എടുത്ത് മനസ്സിലാക്കാവുന്നത്, ബംഗാളിലും കാശ്മീരിലും കേരളത്തിലും ഈ അജണ്ടയാണ് ഈ അജണ്ട വർക്ക് ചെയ്യുന്ന 3 സംസ്ഥാനങ്ങൾ കേരളമാണ്. അതിന് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെ അല്ല, കേരളത്തിലെ മതേതര കാഴ്ചപ്പാടുള്ള മുസ്ലിങ്ങൾ അതിനകത്തല്ല. പക്ഷേ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായി അത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ അതിനെ ഏറ്റവും ഭീകരമായി കാണേണ്ടത്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മുസ്ലിം ലീഗ് ഓക്കെ, മതേതര ജനാധിപത്യ കക്ഷിയായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്, എന്നാൽ അതിൻ്റെ പേര് മുസ്ലിം ലീഗ് എന്നത് ഓക്കെ, ഒരു പരിധിവരെയൊക്കെ ജനാധിപത്യ സംസ്കാരം അല്ലെങ്കിൽ മതേതരത്വം ഉണ്ടെന്ന് ഇല്ലെങ്കിലും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്ന പ്രശ്നമാണ്. പക്ഷെ അവര് ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കൂടെ നിർത്തുന്നു, SDP-യെ കൂടെ നിർത്തുന്നു. SDP-ക്കെതിരെ ഒരു അക്ഷരം പറയാൻ, ഇവിടെ വർഗീയതയ്ക്കെതിരെ ഉറഞ്ഞു തുള്ളുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും SDP എന്നുള്ള പേര് ഉച്ചരിക്കാൻ പേടി. അപ്പോൾ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം അജണ്ട വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് RSSനെ സാധാരണക്കാരിൽ നിന്നും അകറ്റി നിർത്തുക, RSSനെ ഭീതി വരുത്തുക. ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ്, ഞാൻ പാലാ രൂപതക്കാരനായ അരിവുത്തറ ഇടവക്കാരനായ സത്യക്രിസ്ത്യാനിയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ മുമ്പേ പറഞ്ഞ 23 മാസം 25 ദിവസം കൊണ്ടാണ് എൻ്റെ സമുദായത്തിനൊപ്പം നിന്നുകൊണ്ട് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് കഴിഞ്ഞത്. ഞാൻ RSSന്റെ ഭാഗമായതിനു ശേഷമാണ്. ഞാൻ ചുമ്മാ പറയുന്നല്ല, എനിക്ക് RSSനെ പൂഴ്ത്താൻ പറയുന്നല്ല, ഞാൻ മുനമ്പം വിഷയത്തിൽ ഇടപെട്ടു. എൻ്റെ പാർട്ടിയും RSSും എനിക്ക് തന്ന സ്വാതന്ത്ര്യം കൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അവിടെ 400ഓളം വരുന്ന ക്രൈസ്തവ കുടുംബങ്ങൾക്ക് വേണ്ടി എനിക്ക് നിലകൊള്ളാൻ കഴിഞ്ഞത് RSS എതിർത്താൻ നടക്കും.